നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അന്ന് രഘുവേട്ടന്റെ ഫോൺ എപ്പോഴും ബിസി ആയിരിക്കും എന്ന് പറഞ്ഞ് അമ്പിളി ചേച്ചി ദയെ കൊണ്ട് വിളിപ്പിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞതല്ലേ രഘുവേട്ട സൂക്ഷിക്കണമെന്ന്. എന്നിട്ട് ഈ വീട്ടിൽ വെച്ച് തന്നെ രഘുവേട്ടൻ അത് തെറ്റിച്ചില്ലേ? അവരെ കുറിച്ചുള്ള ഒരു ചിന്ത പോലും രഘുവേട്ടന്റെ മനസ്സിലുണ്ടാകാൻ പാടില്ലായിരുന്നു. സത്യമായും ഞാൻ ചിന്തിച്ചത് ഓർത്തതൊന്നും അല്ല ചീരു. ദാസങ്ങളല്ല അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോ അതിലതൊരു ബാധ്യതയാവുമെന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. ഇതൊന്നും പറഞ്ഞ അമ്പിളി ചേച്ചിക്ക് മനസ്സിലാവില്ല രഘുവേട്ട. ആ മനസ്സിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കനല് രഘുവേട്ടൻ ഒന്നോട് ഊതി പെരുപ്പിച്ചതായിട്ടാ എനിക്ക് തോന്നുന്നു. മോളെ എന്തുപറ്റി? ഇങ്ങനെ നിന്റെ ഛർദിൽ ഇതുവരെ മാറിയില്ലേ? ചേച്ചി നോക്കിയേ. ചിരു, നീ എന്താ കാണിക്കുന്നേ? നീ നിന്റെ മുറിയിലേക്ക് പോയേ, ഇവിടെ ഞാൻ നോക്കിക്കോളാം. ഓടി. അയ്യോ ചെല്ല്. ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞ കാണിക്കില്ലല്ലോ. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഇതുപോലെ വന്നപ്പോ അവിടെ കാണിച്ചാ മതിയായിരുന്നു. കുഴപ്പമില്ല ചേച്ചി. അമ്പിളി ചേച്ചി കിച്ചണിൽ ഇപ്പൊ എന്തോ ഫ്രൈ ചെയ്തില്ലേ, അതിന്റെ സ്മെല്ല് പിടിക്കാഞ്ഞിട്ടാ, അല്ലാതെ വേറൊന്നുമില്ല. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഛർദിച്ച ശേഷം പിന്നെ ഇങ്ങനെ ഉണ്ടായിട്ടില്ലേ? ഇല്ല രഘുവേട്ട, പിന്നെ ഇപ്പഴാ. ഡി, ശബരി ഇവിടുന്ന് പോകുമ്പോ എന്നോട് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. 2 തവണ ശബരിയുടെ വീട്ടിൽ വെച്ച് ഛർദിലുണ്ടായിന്നല്ലേ ഇതേ. അപ്പോഴും അവൻ ഡോക്ടറെ അടുത്ത് പോവാന്ന് പറഞ്ഞപ്പോ നീ സമ്മതിച്ചില്ല. നിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടാ ശബരി ഇവിടുന്ന് പോയത്. എടി, നിനക്കെന്താ അവന്റെ കൂടെ പോയി ചെക്കപ്പ് നടത്തിയ? ഇത് മാറുമെന്ന് വിചാരിച്ചിട്ടാ ചേച്ചി. ഇനിയിപ്പോ ശബരിയേട്ടൻ വരുമ്പോ ഞാൻ ഡോക്ടറെ പോയി കാണാം. എനിക്കാണെങ്കിൽ ചെറിയൊരു വയറുവേദനയുണ്ട്. കുറച്ചേരം പോയി കിടക്കട്ടെ. ഹോസ്പിറ്റലിൽ പോവാൻ ശബരിയെ കാത്ത് നിൽക്കണമെന്നില്ല. ഞാൻ നിന്നെ കൊണ്ടുപോവാ. വേണ്ട രഘുവേട്ട, ഞാൻ ശബരിനെ വിളിച്ച് പറഞ്ഞോളാം. ഇന്ദ്രനെയും അനുവിനെയും ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അവര് തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് എന്ത് ആവശ്യം വന്നാലും ഒരു ഫോൺ ചെയ്താൽ അവരിൽ ആരെങ്കിലും ഓടി വരും. ഇവിടുത്തെ കാര്യം ഓർത്ത് മാഷിന് ഒരു വേവലാതിയും വേണ്ട. ഭാനുവമ്മ ഇവിടെ ഉള്ളപ്പോ ഒരു കള്ളനും ഇങ്ങോട്ട് കയറി വരില്ല. മഞ്ചാടിയെ ഞാൻ പൊന്നു പോലെ നോക്കിയോളാം മാഷെ. കള്ളന്മാരെ മാത്രം പേടിച്ചാ പോരല്ലോ ഭാനുവമ്മേ. പണ്ടത്തെ കാലമല്ല. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത പ്രശ്നങ്ങളാ ഇടുത്തി പോലെ പല കുടുംബങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും നല്ലപോലെ കരുതൽ കാണേണ്ട കാലഘട്ടം ഇത്. ശരി ബനോമേ. ആ മഞ്ചാടിയാണല്ലോ മാഷെ. അവൾ ആരോടൊപ്പോ മാഷെ വന്നത്? അറിയില്ലോ ഭാനുമേ. ഗോകുലിന്റെ വേറെ വിഷമം എന്താണെന്ന് വെച്ചാ
മഞ്ചാടി ജീവൻ രാജനെ മറന്ന് മറ്റൊരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയത്. പക്ഷേ ഈ കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് ഗോകുല് മഞ്ചാടിയെ കാണാൻ കോളേജിൽ പോയിരുന്നു. അന്ന് മഞ്ചാടി വേറൊരു പയ്യന്റെ ബൈക്കിന്റെ പുറകിൽ കയറി പോകുന്നുണ്ട്.